Deputy Speaker Shanimul Usman. Welcome to Walk With Me. I'm Malvika Mohan. Thank you very much. So I would like to start with എങ്ങനെയാണ് പോളിറ്റിക്സിലോട്ട് വന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും അത് ഇറ്റ്സ് എ ലോങ് റൺ ഐ തിങ്ക്. ഓക്കെ. കാരണം ഒരു 14-15 വയസ്സുള്ളപ്പോഴത്തേക്ക് KSU വിദ്യാർത്ഥി സംഘടനയിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അതിനകത്ത് അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ രാഷ്ട്രീയമുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അപ്പം സത്യത്തിൽ KSUവിൻ്റെ മുദ്രാവാക്യമാണ് കലാലയ സമാധാനത്തിന് KSU എന്നുള്ള മുദ്രാവാക്യം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു. പിന്നെ പ്രീ ഡിഗ്രി ആയി കോളേജിൽ ചെറിയ KSUവിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ ആലപ്പുഴ SD കോളേജിൽ ഡിഗ്രിക്ക് വന്നു. അപ്പോൾ SD കോളേജ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആർക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും രാഷ്ട്രീയത്തിൽ ഉയരാനും ഒക്കെയുള്ള വലിയ സാഹചര്യമുള്ളൊരു കോളേജാണ് SD കോളേജിൻ്റെ പശ്ചാത്തലം. പിന്നെ അവിടെ നിന്ന് KSU യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി, അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായി, അതിനുശേഷം KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി. പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ MA പഠിച്ചത് ലോയോളയാണ് തിരുവനന്തപുരം. അത് കഴിഞ്ഞ് ലോ അക്കാഡമി ലോ കോളേജിലാണ് LLB പഠിച്ചത്. അപ്പോൾ തിരുവനന്തപുരം KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ഭാരവാഹി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. അതങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ അറിയാതെ അറിഞ്ഞ് ഞാൻ വന്നു. ആസ് എ വുമൺ എന്താണ് പോളിറ്റിക്സിൽ നേരിടേണ്ടി വന്ന ചാലഞ്ചസ്? ഞാൻ സത്യത്തിൽ എനിക്ക് എൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഞാൻ നേരിടണമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറും എനിക്കന്ന് സമൂഹം തന്നിട്ടുള്ള ഒരു വലിയ പിന്തുണയുമൊന്നും എൻ്റെ പൊളിറ്റിക്കൽ എൻട്രിക്ക് എതിർക്കുന്ന തരത്തിലുള്ളതായിരുന്നില്ല. സത്യത്തിൽ ഫാദറിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ എൻ്റെ ഇഷ്ടം അംഗീകരിക്കുമായിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്കൊരു വലിയ പ്രൊമോഷനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ചാലഞ്ചസ് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. എന്താണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവിയിലോട്ട് ഇപ്പം വന്നപ്പോൾ ഉള്ള ഹൗ ഡു യു ഫീൽ ആ ആദ്യത്തെ ദിവസം വെൻ യു അസ്യൂംഡ് ഓഫീസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കുള്ള വാട്ട് വാസ് യുവർ ഇമോഷണൽ? ദിസ് ഇസ് എ ബിഗ് റോൾ ആക്ച്വലി ഡെപ്യൂട്ടഡ് ടു മീ ബൈ ദ പാർട്ടി. അപ്പം ഇങ്ങനെ നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചിട്ടയായ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വർക്കല്ല. നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇടപെടേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചേരണം. അപ്പം സമയബന്ധിതമായി പൂർത്തീകരിക്കാനോ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാനോ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്ന് വെയിലത്ത് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു മരത്തിൻ്റെ താഴെ കുറച്ച് നേരം നിന്നിട്ട് പോകുന്നത് പോലെ ചെറിയ ഒരു തണൽ പോലെ ഞാനിതിനെ കാണുന്നുള്ളൂ. ഇനിയും നമുക്കെന്നും ആ തണൽ ശാശ്വതമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. അതിനെ സംബന്ധിച്ച് ഒരു വളരെ സമർത്ഥനായിട്ടുള്ള സീനിയർ നേതാവ് കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അദ്ദേഹത്തിന് ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ചു തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. പഠിക്കണം. അത് പ്രത്യേകിച്ച് ഞാനത് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നുള്ളത് മാത്രം. ഇപ്പം അസംബ്ലിയിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്, എന്താ പറയുക, പല ആശയങ്ങളുടെ ഒരു ക്ലാഷാണ് അവിടെ. അപ്പം എങ്ങനെയാണ് ആ ഒരു അതിനൊന്ന് മീഡിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മാഡം എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അവിടെ സത്യത്തിൽ ആശയങ്ങളുടെ സംഘടന തന്നെയായിരിക്കണം ജനാധിപത്യത്തിൽ ഉണ്ടാവേണ്ടത്. സംവാദങ്ങളും ചർച്ചകളും എപ്പോഴും ജനാധിപത്യത്തിൽ ഉണ്ടാവണം. അപ്പോൾ അതൊരു ഫിസിക്കൽ കൺഫ്രണ്ടേഷൻ അല്ല. ഐഡിയോളജിക്കൽ കൺഫ്രണ്ടേഷൻ ഈസ് ഓൾവേസ് വെൽക്കം. കാരണം അത് പറയുമ്പോൾ നമ്മൾ സമയത്തിൻ്റെ ഒരു ക്ലിപ്തത പാലിച്ചുകൊണ്ട് സ്പീക്കർ പദവിയിലിരിക്കുന്നവർ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നവരായിരിക്കണം. അപ്പം ആ രീതിയിൽ കൊണ്ടുപോകണം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുക എന്നുള്ളതല്ല. ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ മുന്നോട്ട് പോകേണ്ടത്. യു ആർ കംപ്ലീറ്റ് ഫാമിലി വുമൺ. യു ആർ ഓൾസോ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് വെരി പ്രസ്റ്റീജിയസ് പൊസിഷൻ. ഈ രണ്ട് റോളുകളെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു? അല്ല, ഫാമിലി വുമൺ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. എനിക്ക് സത്യത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ വലിയ പിന്തുണ. എൻ്റെ ഭർത്താവ്, അദ്ദേഹം ഇപ്പോൾ അഭിഭാഷകനാണ്. ഇവിടെ മക്കൾ, അവരൊക്കെ പിന്തുണയ്ക്കല്ലേ എന്നെ. ഞാൻ എപ്പോഴും മക്കൾ ചെറുതായിരുന്നപ്പോഴാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അമ്മമാരുടെ ഏറ്റവും വലിയ സംഘർഷങ്ങൾ ആ സമയത്ത് അവർക്ക് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഞാനിവിടെ ഉണ്ടാകുക എന്നുള്ളതല്ല, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അതെങ്ങനെ ക്വാളിറ്റേറ്റീവായിട്ട്
അതുകൊണ്ട് ഈ 2 വാക്കും എൻ്റെ മക്കൾക്ക്, അവരൊക്കെ ഗ്രോൺ അപ്പ് ബേബീസാണ്. മകൾക്ക് മരുമകനും മകളും കുഞ്ഞും ബാംഗ്ലൂരാണ്, മോൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കൊച്ചുമോൻ അടക്കം എനിക്കുണ്ട്. അപ്പോൾ ബേബീസ് ഇപ്പം നെക്സ്റ്റ് ജനറേഷനിലാണ്. അതെ അതെ അതെ, എൻ്റെ ഗ്രോൺ അപ്പ് ബേബീസിനെ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന 2 കാര്യം, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഉള്ള സമയത്ത് ക്വാളിറ്റേറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത് അത് ഞാൻ ചെയ്യും. വീട്ടിലെ പാചകമാണെങ്കിലും വീട്ടിലെ മൊത്തമായ കാര്യങ്ങളിൽ എനിക്ക് ഇടപെടണം. അടുക്കള എനിക്കിഷ്ടമാണ്, കുക്കിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇടപെടണം. സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ ഞാനാണ്. സമയത്തിൻ്റെ പരിമിതി ഇത്തിരി ബുദ്ധിമുട്ടിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാൻ എനിക്കിഷ്ടം. So you like the whole balance? Like the, I have to balance. I think this is a mission for me. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്താണ് ശീലിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പം ഈ ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊരു പദവി വന്നതുകൊണ്ട് അതിൽ അല്ല, അത് MLA എന്നുള്ള പദവിയാണ്, ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളതല്ല. ഏതൊരു ജനപ്രതിനിധി, അത് പഞ്ചായത്ത് മെമ്പറായാലും അത് ഏത് മുനിസിപ്പാലിറ്റിയിലായാലും പാർലമെൻറ്റിലായാലും അല്ലെങ്കിൽ നിയമസഭയിലായാലും ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അപ്പോൾ ജനപ്രതിനിധികൾക്ക് ഷെഡ്യൂൾ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് എപ്പോഴും നിൽക്കണം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് എപ്പോഴും കാര്യങ്ങൾ പറയാനും അവൈലബിലിറ്റിയാണ് അവർ കാണുന്ന പ്രയോറിറ്റി. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ. പക്ഷെ എന്നാലും ഐ എം ട്രൈങ് ടു മാനേജ്. ആസ് വിമൻ യുനോ, ഇപ്പം പോളിറ്റിക്സിലോട്ട് വരാൻ ആഗ്രഹമുള്ള ഒത്തിരി പെൺകുട്ടികളുണ്ട്. അപ്പം എന്താണ് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു റൈറ്റ് സമയം അതിലോട്ട് ഇൻട്രൊഡ്യൂസ് ആവാനുള്ള, അല്ലെങ്കിൽ ഒരു ഹാവിങ് അനദർ ഓൾട്ടർനേറ്റ് കരിയർ ഓൾസോ, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്? അല്ല, അത് 2-3 കാര്യങ്ങളാണ്. പൊളിറ്റിക്സിൽ വരുന്നു എന്ന് വിചാരിച്ചിട്ട് വിദ്യാഭ്യാസം കോംപ്രമൈസ് ചെയ്യരുത്, നമ്പർ 1. അത് പെൺകുട്ടികൾക്കിപ്പോൾ പഴയതുപോലെയല്ല. ഞങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഈ പഞ്ചായത്തിൽ പോലും ഒന്ന് മത്സരിക്കാൻ ഒരവസരം കിട്ടുന്നുള്ള പ്രതീക്ഷയും സ്വപ്നമൊന്നും നമുക്കില്ല. ഇന്നതല്ല, ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ലോകം മുഴുവൻ പിന്നെ സ്ട്രെങ്തനിങ് ഓഫ് വിമൻ എന്ന് പറയുന്നത് അത് മാറ്റി വയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പം കേരളത്തിലും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തെ തടയാൻ പറ്റത്തില്ല. കാരണം ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, പൂർണ്ണമായെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ പെൺകുട്ടികൾ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെ നമ്മളും കൂടി അതിനകത്ത് സഹായിക്കണം. അവരെ ഒരു ഉപാധികളും ഇല്ലാതെ അവരെ പ്രൊമോട്ട് ചെയ്യണം. അവരും കുറച്ച് അധ്വാനിക്കാനുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയണം. രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. എത്രയോ തവണ നമുക്ക് തളർന്നു പോയി താഴെ വീഴുമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വേറൊരാൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? നമ്മൾക്കുള്ള ശക്തി ഇല്ല. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പഠിക്കുക എന്നുള്ളത്, ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ആനുകാലികമായിട്ടുള്ള പൊളിറ്റിക്കൽ സോഷ്യൽ സിറ്റുവേഷൻസിനെ സംബന്ധിച്ച് അവെയർ ആവുക എന്നുള്ളതാണ്. അതൊരു കഠിനാധ്വാനമാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും രാഷ്ട്രീയക്കാർ ഈ കാലഘട്ടത്തിൽ എടുക്കണം. നമ്മൾ സംവദിക്കുന്ന തലമുറ എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വന്ന തലമുറയോടല്ല. അപ്പോൾ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് അജ്ഞതയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പുതിയ പുതിയ വാക്കുകൾ കേൾക്കുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജി നമ്മൾ കാണുന്നുണ്ട്, പുതിയ പുതിയ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്വയം പര്യാപ്തമാകുക, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതുണ്ട്. പിന്നെ വായന എന്ന് പറയുന്നത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ കഴിയുന്നത്ര വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ പറയുന്നത് ഒരു 4 പത്രത്തിൻ്റെ, എൻ്റെ പിതാവൊക്കെ പറയായിരുന്നു, മാതാവും പിതാവും ഒരു രാഷ്ട്രീയക്കാരല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം 4 പത്രങ്ങളുടെയെങ്കിലും ഒക്കെ എഡിറ്റോറിയൽ വായിക്കാന്നുള്ളത്. എഡിറ്റോറിയൽ വായിക്കുമ്പം നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാഹ്യമുണ്ടാവും. ഒരു പത്രത്തിൽ വായിച്ച് ഏതെങ്കിലും ഒന്ന് മാത്രം മനസ്സിൽ അത് പ്രതിഷ്ഠയാക്കി അതുകൊണ്ട് ഇറങ്ങാന്നുള്ളതല്ല. പാർട്ടി പത്രം മാത്രം വായിച്ച് രാവിലെ ഇറങ്ങിയാൽ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളെ സംബന്ധിച്ച് അറിയണമെങ്കിൽ വായന നിർബന്ധമാണ്. അപ്പോൾ വായന ഏത് രീതിയിൽ വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. നമുക്കിപ്പോഴത്തെ രീതി അനുസരിച്ചുകൊണ്ട് ഓൺലൈൻ പത്രവായനക്കാരുണ്ട്, പത്രങ്ങൾ. എൻ്റെ അഭിപ്രായത്തിനകത്ത് ഓൺലൈനും ആധുനികമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അക്ഷരങ്ങളും നമ്മുടെ കണ്ണുകളും തമ്മിലുള്ള നല്ല ഒരു സംഘട്ടനം നമ്മുടെ ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്ന കാര്യത്തിൽ, പ്രസംഗിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഗുണപരമാകുമെന്നുള്ളതാണ്. അത് അത്തരം കാര്യങ്ങളൊക്കെ ശീലിക്കുന്നത് പുതുതായിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക്. യു മീൻ ആസ് എ പേപ്പർ കയ്യിൽ പിടിച്ച് വായിക്കുന്നതിൻ്റെ ഒരു അതൊരു ഫീലാണ്. അത് നമുക്ക് ഒരു വായിക്കുക എന്ന് പറയുമ്പോൾ ഒരു കടലാസ് നമ്മുടെ വെറുതെ ഒരു സാധനം കയ്യിലിരിക്കുകയല്ല, നമ്മൾ ആ അക്ഷരങ്ങളിലൂടെ കടന്നു പോവാണ് അല്ലേ, ഒരു ബുക്കാണെങ്കിലും. അപ്പോൾ ഓൺലൈൻ വായന എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് ഇതാണ്. നാളെ ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതൊക്കെ മാറുമോയെന്നറിയില്ല, എന്നാൽ ഇന്നത്തെ എൻ്റെ അവസ്ഥ അതാണ്.
സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ടെക്നോളജി? ഹൗ അപ്ഡേറ്റഡ് ആർ യു? അത് ഇഷ്ടമാണോ അതോ അത് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അല്ലല്ല, ഞാൻ ഇച്ചിരി ടെക്നോളജിക്കലി വീക്കാണ്. പക്ഷെ എന്നാലും മിനിമം അറിഞ്ഞിരിക്കേണ്ട, നമുക്കിപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ലിറ്ററസിയാണ് അല്ലേ. അപ്പോൾ ടെക്നോളജിക്കൽ ലിറ്ററസി നമുക്കിപ്പോൾ വേണം അല്ലേ, അതും കുറച്ച് വേണം. അത് ബേസിക് ആയിട്ടുള്ള ഒരു ലിറ്ററസി എനിക്കുള്ളൂ ആ കാര്യത്തിൽ. അപ്പം ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ അറിയണ്ടേ. അതിനൊക്കെയുള്ള വിവരം മാത്രമേ എനിക്കുള്ളൂ. ആരോടും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാൻ മടിയില്ല. ആരോടെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയുമല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. നൈസ്. അപ്പം ഞാൻ നേരത്തെ പൊളിറ്റിക്സിലോട്ട് വരേണ്ട പെൺകുട്ടികളുടെ വേണ്ടിയിട്ടൊരു മെസ്സേജ് ചോദിച്ചിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് എത്താൻ പറ്റിയില്ല. സോ കെൻ യു ടെൽ മീ എന്താണ് ലൈക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മാഡത്തിന് പറയാനുള്ളത്? പെൺകുട്ടികൾ ഒന്നാമത്തെ കാര്യം അവർ ചെയ്യേണ്ട കാര്യം സ്വന്തമായ അഭിപ്രായം രൂപീകരിക്കുക. ഞാനീ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാം. കഴിയുന്നത്ര ഗോഡ് ഫാദർമാരെ ഒരു ലിമിറ്റ് വെച്ച് മാത്രം ഗോഡ് ഫാദറെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റിയല്ലേ വേണ്ടേ. ഇപ്പോൾ നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ പറയും അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്ന് പറയും. എന്തിനാ ഈ പാടിന് പോണേ? നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വാലിറ്റിയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ അത് പാടാണ്, ഗോഡ് ഫാദർ ഇല്ലാതെ മുന്നോട്ട് പോകും. അതിൻ്റെ ദോഷങ്ങൾ എനിക്കുണ്ട് എന്ന് പലരും എന്നോട് പറയാറുണ്ട്. പക്ഷേ എനിക്കതൊരു ദോഷമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഗോഡ് ഫാദർ ഇല്ലായ്മ, ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിലോട്ട് പിന്നെ പെനട്രേറ്റ് ചെയ്യുന്ന ഗോഡ് ഫാദർമാർ പാടില്ല. അതായത് നമ്മൾ പറയുന്ന അഭിപ്രായം എന്താണെന്ന് ഗോഡ് ഫാദർ പറയും. അങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലതല്ല. ഇൻഡിവിജ്വാലിറ്റി ഈസ് എ നമ്പർ വൺ തിങ്. അതുപോലെ അനാവശ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനും പോകരുത്. എല്ലാ കാര്യത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോയാൽ നമ്മളെപ്പോഴും നമ്മൾ അവരുടെയൊക്കെ താഴെ നിൽക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതെല്ലാവർക്കും നമ്മൾ സാറേ ഇതെന്താണെന്ന് ചോദിക്കുന്നവരെ ഇഷ്ടം. സ്വന്തം നിലയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കഠിനാധ്വാനം ചെയ്യാൻ ആർക്കും പറ്റും. സോ മാഡം, അരൂർ ഉപതെരഞ്ഞെടുപ്പ് അതൊരു 2019, അതെ, അതൊരു വളരെ ഇമോഷണൽ വൈകാരികമായ ഒരു ഫേസ് ഓഫ് യുവർ ലൈഫ് ആയിരുന്നു. ടെൽ മീ മോർ അബൌട്ട്. അത് വൈകാരികത വന്നത് തന്നെ 2019 ലോക്സഭാ ഇലക്ഷനിൽ 20 UDF കാൻഡിഡേറ്റ് മത്സരിച്ചിട്ട് 19 പേര് ജയിക്കുകയും ഞാൻ ഒരാൾ മാത്രം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പരാജയപ്പെട്ടു. അന്ന് ജയിച്ച MP ആയ ആൾ MLA ആയിരുന്ന സ്ഥലമാണ് അരൂര്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു കാര്യം വരുന്നത്, ഒരു ഓപ്പണിങ് തന്നെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വളരെ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നമ്മൾ ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി എല്ലാ തരത്തിലും നമ്മൾ വീക്കായിരിക്കുന്നൊരു സമയം. ഒറ്റ ഒരാൾ മാത്രമല്ലേ തോറ്റത്. അന്ന് വേണമെങ്കിൽ എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് കരുതിയവരുണ്ട്. പക്ഷെ അന്നേരം ഞാൻ കരുതിയത് ഞാനല്ലല്ലോ തോറ്റത്, ഞാനാണത്. വ്യക്തിപരമായി എനിക്കെന്ത് പരാജയം വന്നത്? ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഫിറ്റായിരുന്നു. എനിക്കറിയാം കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അക്സെപ്റ്റൻസ്. അപ്പോൾ അത് പരാജയത്തിന് പല കാരണങ്ങളുണ്ടാവും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്നോട് മത്സരിക്കണം എന്ന് പറയുമ്പം ഞാൻ ആഗ്രഹിച്ച് വന്നതല്ല അന്ന് മത്സരിക്കാൻ. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പാർട്ടി ലീഡർഷിപ്പ് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അന്നത്തെ നേതാക്കളായിട്ടുള്ള ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ, അതുപോലെ ശ്രീ ജോസഫ് വാഴക്കൻ, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളാണ് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ് എൻ്റെ അടുത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം തോക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു വ്യക്തിപരമായ പരാജയമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. ഏത് പരാജയമാണെങ്കിലും തോൽവി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു കുന്നിനൊരു കുഴി ഉണ്ടെന്ന് പറയുന്നത് കണക്ക് നമ്മൾ അതിനെ കുഴി കഴിഞ്ഞൊരു കുന്നുമുണ്ട്. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വേണം. നമുക്ക് എന്നും പൂച്ചെണ്ട് മാത്രം, ഇപ്പം നമ്മൾ പോകുമ്പോഴൊക്കെ പൂച്ചെണ്ട കിട്ടുന്നത്, ഈ പൂച്ചെണ്ട് മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ടെന്ന് കരുതിയാൽ തെറ്റി. കല്ലേറും വരും. പൂച്ചെണ്ടും കല്ലേറും ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളുമാണെന്ന് കണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് അന്ന് ഇമോഷണൽ ആയതിൻ്റെ കാരണം ഇതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെ എല്ലാ തരത്തിലും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റൈറ്റ് ടൈം എന്നുള്ളതല്ല, അതൊരു നിയോഗമാണ്. അപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ വല്ലാതെ പതറിപ്പോകാവുന്നൊരു, അപ്പോഴും പിന്നെ ഞാൻ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരടക്കം പറയും ഒരു വീക്ക്നെസ്സും കാണിക്കാതെ പോകുമെന്ന് പറയും. പക്ഷെ അത് എന്നോടൊന്ന് താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു സംഘർഷം എനിക്ക് ആ കാലത്തുണ്ടായിരുന്നുള്ള സത്യമാണ്. ഇപ്പോൾ നമ്മൾ തോൽവികളെ പറ്റി പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിൽ തോൽവികൾ മാഡം പറഞ്ഞ പോലെ മാഡത്തിന് അതൊരു പുത്തരിയല്ല. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഹൗ ഡു യു സീ ഫെയിലിയേഴ്സ് ആൻഡ് ഹൗ ഡു യു കം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഹൗ ഡു യു യൂസ് ദാറ്റ് ആസ് യുവർ സ്ട്രെങ്ത് ടു
further your agenda? അല്ല ഞാൻ അതിനകത്ത് കാണുന്നത് ഈ പരാജയം വരുമ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യില്ല ആളുകൾ. എല്ലാ ആളുകളും നമ്മളെ കാണുന്നു, നമ്മൾ നോക്കി ചിരിക്കുന്നു, എന്തെങ്കിലും ഒരു വർത്തമാനം പറയുന്നു. അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്കുള്ള വലിയ അംഗീകാരം. കാരണം നമ്മൾ ഐഡന്റിഫൈ, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാനോ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കാനോ അല്ലല്ലോ ആഗ്രഹിക്കുന്നത്. എവിടെ ചെന്നാലും മുഖം തിരിച്ചറിയാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾ, കേരളത്തിലെ മലയാളികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദൃശ്യ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുകയല്ലേ. അപ്പം അതെൻ്റെ ഒരു സ്ട്രെങ്താണ്. എനിക്ക് കിട്ടുന്ന സപ്പോർട്ട്, പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന സപ്പോർട്ട്, പ്രത്യേകിച്ച് സാധാരണ സ്ത്രീകൾ എന്നോട് കാണിക്കുന്ന ഒരു താല്പര്യം, അതുപോലെ സാധാരണക്കാർ കാണിക്കുന്ന ഒരു താല്പര്യം, പിന്തുണയും. ഞാൻ 2019 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളാണ്. കാരണം ഞാൻ രാഷ്ട്രീയം നിർത്തിക്കളയരുത്, ഈ പരാജയം നിങ്ങളുടേതല്ലാന്ന് ഒരു കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അത് തന്നെ സെറ്റിൽ ചെയ്തു. പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ലേ, ഇത് ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംഘടന തന്നെയല്ലേ തെരഞ്ഞെടുപ്പ്. അതിൽ വ്യക്തി എന്നുള്ളത് ഒരു പ്രതീകം മാത്രമാണ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയം ജീവിതത്തിലും ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ടാവും. നമ്മൾ അതിൽ എഴുന്നേറ്റ് വന്നല്ലേ പറ്റും. അതെ. ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ, അതായത് മാഡം എന്നും കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെയറിലുള്ള ആൾക്കാരും അതിനെക്കാട്ടിലും അപ്പുറത്തുള്ള ഒരു ജനത എങ്ങനെ ആണ് ഓർക്കേണ്ടത്? എന്നെ ഒരു നല്ല പൊതുപ്രവർത്തകയായിട്ട് ഓർക്കണം. ഞാൻ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് എന്നെ ഓർക്കണം. നല്ല ഒരു പെണ്ണിൻ്റെ മനസ്സുള്ള ഒരാളായിട്ട്. നല്ല ഒരു പെണ്ണ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ നിർമ്മലമായിട്ട് ആളുകളെ കാണാനും ഇടപെടാനും വളരെ സുതാര്യം. നമ്മുടെ വീട്ടിലെ അമ്മമാരെയൊക്കെ ആലോചിക്കും, വരുന്ന ആളുകളെ ഏതെങ്കിലും കാര്യം പറഞ്ഞവർ മാറ്റി നിർത്തുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളായിട്ടും വളരെ സുതാര്യമായി ഇടപെടലുകൾ നടത്തുന്ന ഒരാളായിട്ടും ഒക്കെ കാണണമെന്ന് എനിക്ക്. That is wonderful. അടുത്ത എൻ്റെ ഒരു വെരി ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇഫ് യു ഗെറ്റ് ടു ലിവ് യുവർ ലൈഫ് വൺസ് മോർ, ഏതെങ്കിലും ഒരു തീരുമാനമുണ്ടോ മാറ്റി ജീവിക്കണം എന്ന് തോന്നിയിട്ടുള്ള? Oh, it's really a hypothetical question. I never think of that. You never do? I'll never think of that. Okay. Kind of a question, no? See, അത് ഇപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു തീരുമാനമില്ല. എനിക്ക് സത്യത്തിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. എന്നാലും കുറേ കൂടി നമ്മൾ ഈ എല്ലാ പൊള്ളയായ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഡെമോക്രസി തന്നെ, അതെത്ര ഇതിലും നല്ലൊരു വാക്ക് ലോകത്തിനുണ്ടോ? സത്യത്തിൽ ആ ഡെമോക്രസി തന്നെ കുറച്ചുകൂടി അതിന് ഇപ്പം MLA ജയിച്ചു പോകുന്നു, 5 വർഷത്തേക്ക് MLA അവരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഇല്ല. ഞാൻ പറയാം, അങ്ങനെയുള്ള അത്തരത്തിലുള്ള കുറേ ചേഞ്ചസ് വരണം. എലക്ഷൻ റിഫോംസ്, അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പൊളിറ്റിക്കൽ ലൈഫാണ് പറയുന്നത്, കാരണം ജീവിതത്തിന് നല്ലൊരു ഭാഗം അതായത് കൊണ്ട്. പക്ഷേ ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുന്നത്, എനിക്കൊരു അവസരം കിട്ടിയാൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഞാൻ ഇലക്ട്രൽ ഇതാണ്. കാരണം ഇതിനകത്ത് ഇലക്ട്രൽ റിഫോംസ് ഇല്ലാത്തത് കൊണ്ടാണ് ആവശ്യമില്ലാതെ ജാതി, മതം, മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ, ഒരാളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള ജനപ്രതിനിധികളെ അല്ല പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും അതിനുള്ള മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നിൽക്കണം എന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം. ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ആളിനെ രൂപപ്പെടുത്തിയ എന്താ ഐ കാൺ ഫൈൻഡ് ദ റൈറ്റ് വേർഡ് ഫോർ ഇറ്റ്, ബട്ട് മാഡത്തിനെ മാഡം ആക്കിയ അങ്ങനത്തെ ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ, അതൊക്കെ എന്താണ്? ഞാൻ സത്യത്തിൽ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എൻ്റെ 2 സഹോദരിമാരാണ് എനിക്കുള്ളത്. ഞങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് പാരൻസ് തന്നിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടേതായ മുസ്ലിം പശ്ചാത്തലം, ഞങ്ങളെയൊക്കെ അന്ന് പഠിപ്പിക്കാനൊക്കെ എടുത്ത സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, പെൺകുട്ടികൾ ഉറക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അത് സത്യത്തിൽ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഞങ്ങൾ ഇടയ്ക്ക് ഫാദർ, അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഫാദറും മദറും ഞങ്ങളിപ്പോൾ ഗുജറാത്തിലേക്ക് എല്ലാ വെക്കേഷനും എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഗുജറാത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പോകുമ്പോൾ ഇന്നത്തെ കുട്ടികൾ എന്താ പറയുന്നത്, അവരുടെ അടുത്ത മാളുകൾ എവിടേക്കാണ്, ഓരോ സാധനങ്ങൾ, നല്ല ഹോട്ടൽസ് എവിടെയൊക്കെയാണ്. ഞങ്ങളോട് ഫാദർ അന്ന് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും 2 ഭാഷ പഠിച്ചിട്ട് പോകണം. അത് ഗുജറാത്തി ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും ഭാഷയൊക്കെയാണ് അവിടെ. അതെനിക്ക് ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു ചിന്ത. എൻ്റെ ഫാദർ ഈ വർഷം ജനുവരി 10-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു. ആ സമയത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളെ കൊണ്ടുപോയി വിടും,
ഞങ്ങൾക്ക് ഹിന്ദി റെയിൽവേ സ്റ്റേഷൻ അടുത്ത വീട്. വെക്കേഷൻ ചെല്ലുകയാണ്, ചെറിയ ക്ലാസ്സിലാണ്, സ്കൂളിൽ പഠിക്കുന്ന സമയം. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ വീട്ടിൽ ചെല്ലാൻ അറിയാം. അപ്പോൾ സ്കൂട്ടറിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി വിടും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിക്കുള്ള ഹിന്ദി ഞങ്ങൾ പഠിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് രാസ്ത കോൺസാഹെ, മനസ്സിലായോ? അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നടന്ന് വെപ്രാളം ഉണ്ട്, പേടിയുണ്ട്. പക്ഷെ ഒരു കടയിൽ കയറിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് രാസ്ത കോൺസാഹെ. അപ്പോൾ അവിടെ ഉള്ളെങ്കിലും ഒരു ആൾ വന്നിട്ട് പറയും ഇങ്ങനെ വന്ന് അങ്ങനെ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും, സെയിം ക്വസ്റ്റ്യനാ. ഞങ്ങൾക്ക് വേറെ ഒരു പാണ്ഡിത്യവും ഇല്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് രാസ്ത കോൺസാഹെ. അങ്ങനെ കോൺസാഹെ ചോദിച്ച് ഏറ്റവും അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അത് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അത് വളരെ ഞങ്ങൾ പെൺകുട്ടികളെ, എൻ്റെ നേരെ ഇളയാൾ ഡോക്ടറും ഏറ്റവും ഇളയാൾ എഞ്ചിനീയറാണ്, അവൾ ബിസിനസ് ചെയ്യുന്നത്. ഞങ്ങൾ 3 പേരെയും വളർന്നു വന്ന സാഹചര്യം തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ആഡംബരം അലങ്കാരം അങ്ങനെയൊന്നും ഓർക്കുന്നില്ല. പക്ഷേ ഏറ്റവും മിടുക്കരായി പോകണം, അവരവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ അവരവർ കൂടുതൽ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ശാഠ്യം പിടിക്കുന്ന ഫാദറായിരുന്നു. വിഷണറി ആയിരുന്നു. കാരണം സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഇപ്പോഴല്ലേ പറയുന്നത്, എന്നേ പറയാൻ തുടങ്ങി. 3 പെൺകുട്ടികളെ 3 പെൺമക്കളെന്നായിരുന്നു എൻ്റെ മദർ ആ കാലഘട്ടത്തിൽ പറയുന്നത്. ഒന്നാലോചിക്ക്. അപ്പം 3 പെൺമക്കൾ. ചിലർ ആൾക്കാർ അയ്യോ 3 പെൺകുട്ടികളല്ലേ ഇനി കല്യാണം കഴിച്ചു വേണം. ഞാൻ MA കഴിഞ്ഞപ്പോൾ ഒരു പ്രഷർ എൻ്റെ ഫാദറിനുണ്ടായിരുന്നു. MA വരെ പഠിപ്പിച്ചില്ലേ, ഇനിയും കല്യാണം കഴിച്ച് വിട്ടുകൂടെ, താഴെ 2 പെൺപിള്ളേരിൽ നിൽക്കുന്നതൊക്കെ വാപ്പി പറയായിരുന്നു. അത് അവളുടെ കാര്യമല്ലേ, അവൾക്ക് LLB കൂടെ പഠിക്കണമെന്ന് പറയുമ്പോൾ അവളെ പഠിപ്പിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിഷ്ടമുള്ള വഴിക്ക് എന്നെ വിട്ടു. അതുപോലെ ഓരോരുത്തരെയും സൈക്കിള് ഒക്കെ ഈ ആലപ്പുഴയിൽ തന്നെ സൈക്കിൾ ആദ്യമായിട്ട് ചവിട്ടിയത് ചിലപ്പോൾ എൻ്റെ ഇളയാനിത് ഒരു ബന്ധു ദിവസമാണ് തിരഞ്ഞെടുത്തത്. ആലപ്പുഴയിൽ നിന്ന് തകഴി വരെ വാപ്പി വേറൊരു സൈക്കിളിൽ, അവളൊരു സൈക്കിളിൽ. അന്നും ആൾക്കാർ പറഞ്ഞു എന്തിനാണ് ഈ പെൺകുട്ടികളെ കൊണ്ട് സൈക്കിളിൽ ഓടിക്കുന്നത് വെച്ചാൽ. ഇന്ന് വാപ്പി ചോദിച്ച ചോദ്യമുണ്ട്, എനിക്കൊരു അസുഖം വന്നൊരു മരുന്ന് കിട്ടണമെങ്കിലേ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും വന്ന് എനിക്കൊരു മരുന്ന്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താശക്തിയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ട് ഇപ്പോഴും ഞാൻ ആലോചിക്കും. അത്ര ധൈര്യത്തോടു കൂടി പെൺകുട്ടികളെ പറഞ്ഞ് എൻ്റെ ഉമ്മി പറയായിരുന്നു, രാത്രിയിലൊക്കെ പോയിട്ട് വരും. കേസു സംഘടനാ ചെറിയ പ്രായമല്ലേ, വരുമ്പോൾ ഒരു സഞ്ചി ഉണ്ടാവും, തുണിസഞ്ചി, അതിനകത്തൊരു ടോർച്ചും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് പറയും എല്ലാ സാധനങ്ങളും വീട്ടിൽ കിടക്കുന്ന എല്ലാം പിറക്കി ഞാൻ ബാഗിലിട്ട് കൊണ്ടു കിടക്കുന്നതാണ്. അതെന്തിനാന്ന് വെച്ചാൽ പറയാം, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. എനിക്ക് അതേ പറയാനറിയാവുന്നതാണ്. ഇന്നത്തെ പോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ല. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഒരു ദൈവം അവിടെ ഇല്ല, ഒരു ദൈവം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇരുട്ടത്ത് വരികയാണെങ്കിൽ ടോർച്ചടിച്ച് വീട്ടിലേക്ക് പോരെന്ന് പറയാം. അതൊരു ധൈര്യമല്ലേ? അതെന്തിനു വേണ്ടി പറയാം? അതിൻ്റെ പിന്നിലുള്ള എത്രയോ വലിയ കാര്യമാണെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കും. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അത് തന്നെയാണ് എന്നെ ഷേപ്പ് ചെയ്ത് എൻ്റെ വീട് തന്നെ. പിന്നെ ഭർത്താവ് ഇപ്പോൾ തരുന്ന ഇപ്പോൾ നമ്മളൊരു യോഗത്തിന് പോയി പ്രസംഗിച്ച് 2 പ്രസംഗം അദ്ദേഹം അടുപ്പിച്ച് കേൾക്കാനിരുന്നാൽ അദ്ദേഹം ആയിരിക്കും ഏറ്റവും വലിയ വിമർശകൻ. ഇന്നലെ പറഞ്ഞ ഞാൻ ഇന്ന് പറയുന്നതിന് വായനയില്ല, അങ്ങനെയില്ല, അപ്ഡേറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള ക്രിയാത്മക വിമർശനങ്ങൾ എല്ലാ വീട്ടിലും ഇതുണ്ടോയെന്ന് ഞാൻ സംശയിക്കുക. അത് ഒരു വലിയ കാര്യമല്ലേ? പിന്നെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അടങ്ങുന്ന, മരുമകനും അടങ്ങുന്ന ഒരു നല്ല കുടുംബാന്തരീക്ഷം എനിക്കുണ്ട്. ഈ ഇനി അങ്ങോട്ട് പോകുമ്പം എന്താണ് ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കലി അച്ചീവ് ചെയ്യാനായി? അല്ല, പൊളിറ്റിക്സിൽ നമുക്ക് ലക്ഷ്യമില്ല. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് സ്വയം ചാരിതാർത്ഥ്യം മാത്രമല്ല പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും എൻ്റെ ലക്ഷ്യം. ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അരൂർ MLA എന്നുള്ള ഉത്തരവാദിത്തം. അതുവഴിയായി കടന്നു വന്നിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം, അതിന് പരമാവധിയുള്ള മാനങ്ങൾ കൊണ്ടുപോകാൻ. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്ക് നമ്മൾ നിയമസഭയിൽ നമുക്കത് ചോദിക്കാൻ പറ്റി. ഏതാണ് അവിടെ ഇത്രയും കാലമുള്ള ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് ഇല്ലാത്തൊരു അധികാരമാണ് സബ്മിഷനും. അത് നമ്മൾ നിയമസഭയിൽ ചോദിച്ചു. അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ അങ്ങനെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിയാത്മകമായിട്ട്, നിയമപരമായിട്ട്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. അതാണ് കൂടുതൽ റിഫോംസ് കൊണ്ടുവരിക. അതാണ് എൻ്റെ ലക്ഷ്യം എപ്പോഴും. പിന്നെ വായനയും എഴുത്തുമൊക്കെ ആയിട്ട് കടന്നു പോകണം. Ma'am, thank you so much. I really appreciate your time. Thank you for being on Walk With Me. Thank you, Malavika.